ഏഷ്യയിലെ ഏറ്റവും വലിയ മലയാളി സമാജം 75ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. സമാജത്തിന്റെ കീഴിലുള്ള ഗോൾഡൻ ജൂബിലി പിന്നിട്ട സ്കൂളും 3.5 പതിറ്റാണ്ട് പിന്നിടുന്ന കോളേജും വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച കാൽവെപ്പുകളാണ്. മുംബൈ മലയാളികൾക്ക് ഇവയൊക്കെ അഭിമാനമാവുകയാണ്. അരനൂറ്റാണ്ട് പിന്നിട്ട സ്കൂൾ കെട്ടിടം 28 കോടി രൂപ ചെലവിട്ട് പൂർവ്വ വിദ്യാർത്ഥി പുനർനിർമ്മിച്ചു നൽകിയതും മറ്റൊരു അഭിമാന മുഹൂർത്തമാണ്. മുംബൈയുടെ സാംസ്കാരിക നഗരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോംബിവിലിയിലെ പുരാതനമായ കേരളീയ സമാജം 75ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ മുംബൈ മലയാളികളുടെ കുടിയേറ്റ ചരിത്രം കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. ഡോംബിവിലി എന്ന മഹാനഗരത്തിൻ്റെ നാഡീസ്പന്ദനം തിരിച്ചറിയുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേരളീയ സമാജം ഡോംബിവിലിയുടെ വിജയഗാഥ. സമാജത്തിന്റെ കീഴിലുള്ള ഗോൾഡൻ ജൂബിലി പിന്നിട്ട മോഡൽ ഇംഗ്ലീഷ് സ്കൂളും 3.5 പതിറ്റാണ്ട് പിന്നിടുന്ന മോഡൽ കോളേജും വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച കാൽവയ്പുകളാണ്. ജീവിക്കുന്ന മണ്ണിനോട് പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം മലയാളികളുടെ ദീർഘവീക്ഷണവും പ്രവർത്തന മികവുമാണ് കേരളീയ സമാജത്തെ മുന്നോട്ട് നയിക്കുന്ന ഘടകമെന്ന് പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായർ പറയുന്നു. ഈ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, സാമൂഹ്യ രംഗത്തും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും സമൂഹത്തിൻ്റെ നാഡീസ്പന്ദനം അനുഭവിച്ചറിയുകയും പ്രതീക്ഷ നിർഭരമായ പുതുതലമുറയെ വാർത്തെടുക്കുന്നതിലും സമാജം മാതൃകയാണ്. ഏകദേശം 8,000-ഓളം വിദ്യാർത്ഥികളാണ് സ്കൂളുകളിലും കോളേജുകളിലുമായി ഇവിടെ പഠിക്കുന്നത്. ചെയർമാൻ വർഗീസ് ഡാനിയൽ പറയുന്നു. ബോംബെയുടെ പ്രദേശത്ത് തന്നെ ഇത്രയും വലിയ ക്യാമ്പസ് സെലക്ഷൻ നടന്നത് ഈ കഴിഞ്ഞ വർഷം മോഡൽ കോളേജിലാണ്. 484 സ്റ്റുഡൻസ് അപ്പയർ ചെയ്ത് മൊത്തം കുട്ടികളെയും 2 ലക്ഷം തൊട്ട് 4 ലക്ഷം രൂപ പാക്കേജിൽ കമ്പനികളെ കുട്ടികളെ ജോബിന് വേണ്ടി. അരനൂറ്റാണ്ട് പിന്നിട്ട സ്കൂൾ കെട്ടിട സമുച്ചയം അടുത്തിടെയാണ് 28 കോടി രൂപ ചെലവിട്ട് പുനർനിർമ്മിച്ചത്. അത്യാധുനിക സൗകര്യങ്ങളോടെ പണികഴിപ്പിച്ച കെട്ടിട സമുച്ചയത്തിന്റെ മുഴുവൻ ചെലവും വഹിച്ചത് പൂർവ്വ വിദ്യാർത്ഥിയായ രവീന്ദ്ര മൈസ്കറാണെന്ന് ജനറൽ സെക്രട്ടറി രാജശേഖരൻ നായർ പറയുന്നു. ഈ സ്കൂൾ നമ്മൾ റീഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിന് മുന്നോട്ട് വന്നത് നമ്മുടെ ഇതേ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു മഹാരാഷ്ട്രൻ വിദ്യാർത്ഥിയായ വീരേന്ദ്ര മൈസ്കർ എന്ന് പറയുന്ന ഇന്ന് ഒരു പുറം നാട്ടുകാരന്റെ ഈ പ്രതിബദ്ധത തനിക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിന് മാത്രമല്ല ജീവിത പാഠങ്ങൾക്ക് കൂടിയുള്ള ഗുരുദക്ഷിണയായി കണക്കാക്കാം. നാടിന്റെ വികസനത്തിനായി സമാജം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് മന്ത്രി രവീന്ദ്ര ചവാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ വാഴ്ത്തുമ്പോൾ അത് മലയാളി സമൂഹത്തിന് ലഭിക്കുന്ന വലിയ അംഗീകാരമാണ്. कोई समाज के लोग इकट्ठा आकर काम करते हैं, ऐसे बहुत कम लोग होते हैं और ये केरला समाज जन के लोगों ने ये बहुत सालों से किया है. കാലങ്ങളായി സമാജത്തിന്റെ ഭരണസമിതിയിലിരുന്നവരുടെ നിസ്വാർത്ഥമായ ഇടപെടലുകൾ തന്നെയാണ് അഭൂതപൂർവമായ വളർച്ചയ്ക്കും വികസന പദ്ധതികൾക്കും നിമിത്തമായത്. കേരളീയ സമാജത്തിന്റെ വന്നുപോയിരുന്ന ഭരണസമിതികൾ, അതിൽ ഓരോ ഭരണസമിതിയും ഡെവലപ്മെന്റ് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ജോലി കഴിഞ്ഞെത്തുന്ന വൈകുന്നേരങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും ഒത്തുകൂടി നേരം പോക്കുകളെ പ്രായോഗിക തലത്തിലെത്തിച്ച മുൻ തലമുറയുടെ ദീർഘവീക്ഷണം കൊണ്ട് പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ നിരവധി നിസ്വാർത്ഥരായ അംഗങ്ങളുടെ കയ്യൊപ്പുണ്ട്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.